2014 BJP അധികാരത്തിൽ കയറിയത് മുതൽ ഇന്നു വരെ നടന്ന ഭീകരാക്രമണങ്ങളുടെ കണക്കുകളുണ്ട്. അതൊന്ന് ആദ്യം നോക്കാം. അതായത് 2014 ഉറി ആക്രമണം 11 പേര് കൊല്ലപ്പെട്ടു. ഡിസംബർ 5-നാണ് അത് നടന്നത്. 2016 പട്ടാൻകോട്ട് വ്യോമസേനാ താവളം ആക്രമിക്കുന്നുണ്ട്. ജനുവരി 2-ന് 7 പേരാണ് അവിടെയും കൊല്ലപ്പെട്ടത്. 2016 വീണ്ടും ഉറി ആക്രമണം സംഭവിക്കുന്നു. സെപ്റ്റംബർ 18-ാം തീയതി 19 പേരാണ് കൊല്ലപ്പെട്ടത്. വീണ്ടും 2017 എത്തുമ്പോൾ അമർനാഥ് തീർത്ഥാടക ആക്രമണം നടക്കുന്നുണ്ട്. ജൂലൈ 10-നാണ് നടക്കുന്നത്. 7 പേര് അവിടെയും കൊല്ലപ്പെടുന്നു. 2019 പുൽവാമ ആക്രമണം ഫെബ്രുവരി 14-ന് ഒരു വാലന്റൈൻസ് ഡേക്ക് 41 പേരാണ് കൊല്ലപ്പെട്ടത്. 2024 വീണ്ടും എത്തുന്നു റിയാസി തീർത്ഥാടക ആക്രമണം. ജൂൺ 9-ന് 10 പേര് കൊല്ലപ്പെട്ടു. 2025 പഹൽഗാം ആക്രമണം. ഏപ്രിൽ 22, 28 പേർ കൊല്ലപ്പെട്ടു. ഒരു ചോര ചൊവ്വാഴ്ചയായിരുന്നു അത്. ഈ കണക്കുകൾ അവിടെ നിൽക്കട്ടെ. പഹൽഗാമിൽ സംഭവിച്ചത് വലിയ വീഴ്ചയാണ്. സേനാ മേധാവിയുടെ തുറന്നുപറച്ചിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പഹൽഗാം മുൻകൂട്ടി അറിയുന്നതിൽ വീഴ്ച, സുരക്ഷയിൽ വിള്ളൽ എന്നാണ്. ഇതാണ് ആ പത്രം. ഇനി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഈ പത്രത്തിൽ പറയുന്നുണ്ട്. അതൊരു ചോദ്യമാണ്. ഭീകരാക്രമണ ചരിത്രമുള്ള കാശ്മീരിൽ ശ്രീനഗർ വിട്ടാൽ ചുരുക്കം ചെക്ക് പോസ്റ്റുകൾ അല്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാനില്ല. ഭീകരാക്രമണങ്ങൾ പതിവായ ഇവിടെ ഇത്ര ലാഘവത്തോടെയാണോ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്? പഹൽഗാം ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കു രക്ഷപ്പെട്ട് ഡൽഹിയിലെത്തിയ തിരൂർ സ്വദേശികളുടെ ചോദ്യമാണിത്. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്താണ് എന്ന് വെച്ചാൽ, ഭീകരാക്രമണത്തിന് സാധ്യതയില്ല എന്ന് ഇന്റലിജൻസ് വിലയിരുത്തിയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോലുള്ള ഇടങ്ങളിൽ സുരക്ഷാ ചുമതല ജമ്മു കാശ്മീർ പോലീസിലെ ടൂറിസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സിനാണ്. തോക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് അനുമതിയില്ല. അവിടുത്തെ ചുമതലയുള്ള 27 വയസ്സുകാരനായ സ്പെഷ്യൽ പോലീസ് ഓഫീസർ മുസമ്മിൽ അഹമ്മദ് പറയുന്ന ഒരു കാര്യമുണ്ട്: സുരക്ഷാ ഉദ്യോഗസ്ഥരായ തങ്ങൾക്ക് തോക്ക് കൈവശം വെക്കാനുള്ള അവകാശമില്ലാതാവുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? എല്ലാവരെയും പോലെ നോക്കി നിൽക്കാനും മറ്റുള്ളവരെ വിളിച്ചറിയിക്കാനും മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ബൈസൺ വാലിയിലും സംഭവിച്ചത്. അതുമാത്രമല്ല, പഹൽഗാം ടൗൺ മാർക്കറ്റിൽ നിന്ന് ബൈസറൻ താഴ്വര വരെയുള്ള 6 കിലോമീറ്റർ സുരക്ഷയ്ക്കുള്ള 4 പോലീസുകാർ മാത്രമേ ഉള്ളൂ. വെറും 4 പോലീസുകാർ മാത്രം. കഴിഞ്ഞ ദിവസത്തെ പോലുള്ള ആക്രമണങ്ങളിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ആകുന്നു എന്ന് മുസമ്മിൽ പറയുന്നത് സത്യമല്ലേ? അതെ. എന്നാൽ ഇതേ സമയം CRPF, രാഷ്ട്രീയ റൈഫിൾസ് എന്നിവരുടെ ആസ്ഥാനം പഹൽഗാമിൽ ഉണ്ടെങ്കിലും ഇവർക്ക് പ്രദേശത്ത് സുരക്ഷാ ചുമതല ഇല്ല. ഈ പഴുതാണ് പഹൽഗാമിൽ ഭീകരർ മുതലെടുത്തത്. പക്ഷെ ഇവിടെ ആക്രമണം മുൻകൂട്ടി അറിയുന്നതിൽ ഇന്റലിജൻസിനും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രഹസ്യാന്വേഷണം വൻ വീഴ്ചയായി എന്ന് മുൻ സൈനിക മേധാവി ജനറൽ ശങ്കർ റോയി ചൗധരി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്.